അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ തന്നെ സൗദി അറേബ്യ പ്രവാസികളോട് വീണ്ടും ഓർമ്മിക്കാട്ടോ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ, മലയാളികൾ ഏറ്റവും കൂടുതൽ, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടവരുണ്ട്. ജയിലിൽ നിന്ന് നാട്ടിലേക്ക് അയക്കപ്പെട്ടവരൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത് മലയാളികളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അടിപിടി കേസ്, മദ്യം മയക്കുമരുന്ന് കേസിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. മദ്യം കഴിച്ചവരുടെ കൂടെ യാത്ര ചെയ്തവരുണ്ട്. മദ്യം കഴിക്കുന്നവരുടെ റൂമിൽ താമസിച്ചൊരു കേസായവരുണ്ട്. നിരപരാധികളായ ഒരുപാട് പേര് കേസ് ഇങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് ഒരാളെന്നെ വിളിച്ചത് അദ്ദേഹം ഇതേപോലെ ഒരു മദ്യത്തിൻ്റെ ഇതിൽ കുടുങ്ങിയതായിരുന്നു. പക്ഷെ അവിടെ 2-3 മാസം ജയിലിൽ അടച്ചു, പിന്നെ ഇറക്കി വിട്ടു. പക്ഷെ അതിൻ്റെ പേര് കേസൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് റീഎൻട്രി അടിച്ച് നാട്ടിൽ പോയി. ഇപ്പം അദ്ദേഹം നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഇക്കാമ കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചു പോകണില്ല, കേസുണ്ട്. അദ്ദേഹത്തിന് കേസ് ഇത്ര മാസം ജയിലിൽ കിടക്കണം, 80 ചാട്ടയടി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിധി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേസിലകപ്പെട്ട് 2-3 മാസമൊക്കെ ജയിലടക്കും, എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കിയൊക്കെ വിടും. പക്ഷെ അപ്പം കേസൊന്നും നിങ്ങളുടെ ഇഷ്ടത്തിലുണ്ടാവില്ല. പിന്നെ 2-3 മാസം കഴിയുമ്പോൾ നിങ്ങളെ കേസ് വിളിക്കുക, ഇത്ര മാസം ജയിലിൽ കിടക്കണം, അതേപോലെ ഇത്ര ചാട്ടയടി എന്നൊക്കെയാണ് അതിലുണ്ടാകുക. നിങ്ങളിതേപോലെ അവിടുന്ന് ഇറക്കി വിട്ട് കേസാതെ നിങ്ങൾ നാട്ടിൽ കയറി പോറിയേണ്ടി അടിച്ച് പോകാം, അതിന് കുഴപ്പമില്ല. പക്ഷെ നാട്ടിലെത്തിയതിന് ശേഷം നിങ്ങൾ പുതിയൊരു വിസയ്ക്ക് വരികയാണെങ്കിൽ, അങ്ങനത്തെ കേസിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ, നാട്ടിൽ കയറിപ്പോയതിന് ശേഷം നിങ്ങൾ വേറെ പുതിയൊരു വിസയ്ക്ക് വരുന്ന ആളാണെങ്കിൽ, ഇല്ലേ റീഎൻട്രി അടിച്ച് വരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു പ്രിൻ്റ് എടുത്ത് നോക്കുക, കേസിൻ്റെ പ്രിൻ്റ് എടുത്ത് നോക്കുക. നിങ്ങളുടെ പേരിൽ വല്ല കേസായിട്ടുണ്ടോ, അതേ വിസയിലൊക്കെ റീഎൻട്രി അടിച്ച് പോകാൻ വരാൻ ആളാണെങ്കിലോ, അല്ലെങ്കിൽ വേറെ വിസയ്ക്ക് വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും ആ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് നിങ്ങൾ കേസിൻ്റെ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അതിലറിയാം നിങ്ങൾക്ക് പേരിൽ കേസുണ്ടോ. അങ്ങനെ കേസുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനേ നിൽക്കണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കാവും, മറക്കണ്ട. ഓക്കെ, എന്ത് സംശയം എടുക്കാം. അസ്സലാമു അലൈക്കും.